ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു ഫിഷ് മാംഗോ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതും ഒരു 5 ചെറിയുള്ളിയും അതുപോലെ ഒരു 5 വെളുത്തുള്ളി അല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകവും പിന്നെ ഒരു 3/4 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഞാനിതാ നമ്മൾ ഏത് ചട്ടിയിലാണോ കറി റെഡിയാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ ആ ഒരു അരച്ചെടുത്തിട്ടുള്ള ജാറിൽ തന്നെ അരപ്പൊക്കെ മുഴുവനായിട്ട് പോകുന്ന കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഈ ഒരു സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ലൂസാക്കിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമാങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഒക്കെ വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് മീൻ വെച്ചിട്ടാണോ കറി റെഡിയാക്കുന്നത് ആ ഒരു മീൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം. മാങ്ങയ്ക്ക് വെന്ത് കഴിയുമ്പോൾ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി അതിൽ കിട്ടും കേട്ടോ. അപ്പോൾ മാങ്ങയും ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഇതുപോലെ കറി ഒരു കറക്റ്റ് ആ ഒരു പരുവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു കറിവേപ്പിലിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് ഒരു 2 നുള്ള് ഉലുവ പൊടിച്ചതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു തിള നിന്നതിന് ശേഷം മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയാലും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു തിള നിന്നതിന് ശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ പച്ച ചെമ്മീനും മാങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് ഇതിന് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പ്രോൺസ് തന്നെ വേണമെന്നില്ല. നിങ്ങളടുത്തുള്ള ഏത് മത്തിയോ അയില വെച്ചിട്ടൊക്കെ ഇതുപോലെ കറി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്